വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളിൽ നമ്മുടെ ഈ കോളേജിൻ്റെ ഈ വർഷത്തെ കോളേജിൻ്റെ മരിസ്ക 2K25 എന്ന പേരിൽ വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം നാം ഇന്നിവിടെ ചെയ്തിട്ടുണ്ടല്ലോ. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കോളേജുകളിലെല്ലാം സെൽഫ് ഫൈനാൻസിങ് ആണെങ്കിലും എയ്ഡഡ് കോളേജ് ആണെങ്കിലും കുട്ടികളുടെ ഒരു കുറവ്, ക്യാമ്പസിൽ കുട്ടികളില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാ മാനേജ്മെൻറ്റും അനുഭവിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഈ മാനേജ്മെൻറ്റിനും അതിൻ്റെ ഒരു ബാധ്യത അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ പരിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു നല്ല പ്രോഗ്രാം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കോളേജിനെ നടത്തുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ അധ്യാപകരും വിദ്യാർത്ഥികളും അനധ്യാപകരും എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിൻ്റെ ഒരു അനന്തരഫലം അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് ഇന്നിവിടെ ഈ പ്രോഗ്രാം നമുക്ക് സംഘടിപ്പിക്കുന്നതിന് സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പ്രോഗ്രാം വളരെ മനോഹരമാക്കുന്നതിന് ഇതിൻ്റെ പിന്നിൽ നമ്മുടെ അധ്യാപകരും കുട്ടികളും വളരെയധികം കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ഈ അവസരത്തിൽ വളരെ നന്ദിയോടെ ഓർക്കുകയും പ്രത്യേകമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷഫലം അലങ്കരിക്കുന്ന കോളേജ് യൂണിയൻ്റെ ചെയർമാൻ, കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും യൂണിയൻ്റെ പ്രവർത്തനങ്ങളിലും ചെയർമാൻ്റെ നേരിട്ടുള്ളതും ചെയർമാൻ്റെ കൂട്ടായ പ്രവർത്തനത്തിലും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കോളേജ് യൂണിയൻ ചെയർമാൻ യദു കൃഷ്ണൻ PGയെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്ത നമ്മുടെ ഈ കോളേജിനെ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. നമ്മളുടെ ഏത് കാര്യത്തിനും ഏത് സമയത്തും കോളേജിൻ്റെ ആയാലും പള്ളിയുടെ ആയാലും എന്ത് കാര്യത്തിന് എപ്പോൾ വിളിച്ചാലും നമ്മോടൊത്ത് ഓടി വരികയും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊത്ത് ഒന്നിച്ചു നിൽക്കുന്നതുമായ നമ്മുടെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടം അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. അടുത്ത ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന KM അൻവർ അലി അവറുകൾ നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു പോകുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്ത നമ്മുടെ ഈ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഈ മാനേജ്മെന്റിന്റെ പ്രസിഡന്റായിട്ടിരിക്കുന്ന നമ്മുടെ പള്ളിയുടെ വികാരിയും ആയിരിക്കുന്ന നമ്മുടെ സജി ജോബു മുണ്ടേക്കലച്ചനാണ്. അച്ഛനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. അച്ഛനോടൊപ്പം തന്നെ നമ്മുടെ സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റുമാരും നമ്മുടെ പള്ളിയുടെ സഹവികാരിമാരുമായ എബിൻ കെ ഏലിയാസ് അച്ഛനെയും എൽദോസ് ജോർജ് അച്ഛനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നു. അത് അക്കാദമിക് ആണെങ്കിലും നോൺ അക്കാദമിക് കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും സാറിൻ്റെ വലിയൊരു സേവനവും അല്ലെങ്കിൽ സാറിൻ്റെ പ്രവർത്തന പരിചയവും നമ്മുടെ കോളേജിലെ എന്തും മുതൽക്കൂട്ടാണ്. സാറിനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മളുടെ പള്ളിയുടെ ട്രസ്റ്റി MD മത്തായിച്ചേട്ടനാണ്. നമ്മുടെ ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് പള്ളിയിൽ നിന്നുള്ള എന്ത് കാര്യങ്ങൾക്കും നല്ല രീതിയിലുള്ള സപ്പോർട്ടും കൈത്താങ്ങും തന്നുകൊണ്ടിരിക്കുന്ന മത്തായിച്ചേട്ടനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ജിബി മാത്യു, ട്രഷറർ നോബിയിട്ട് എന്നിവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മളുടെ തന്നെ സഹോദര സ്ഥാപനമായ സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിൻ്റെ മാനേജറായിട്ടിരിക്കുന്ന ശ്രീ PJ എൽദോസിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദേവാലയത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന സിജോ മാത്യു, ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന സാജു പോൾ എന്നിവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കോളേജിൻ്റെ മാനേജിംഗ് കൗൺസിൽ അംഗവും ആയിരിക്കുന്ന സുഭാഷ് ബാബുവിനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് നമ്മുടെ ഫോർമർ മാനേജർമാരാണ്. ഈ കോളേജിനെ
ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മുൻകാലങ്ങളിൽ അവരുടേതായ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. ഈ കോളേജിനെ നല്ല നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് കഴിഞ്ഞ കുറേ നാളുകളായി കഠിനാധ്വാനം ചെയ്തവരെ നമുക്കൊരിക്കലും ഒരു വേദിയിൽ പോലും മറന്നുകൂടാം. മുൻ മാനേജർമാരായിരുന്ന KY യാക്കോബിനെയും TT ജോയിച്ചേട്ടനെയും JK റിജിയെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ PTA പ്രസിഡന്റാണ്. PTA പ്രസിഡന്റ് അനിൽ കുമാറിനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ കോളേജിൻ്റെ അലൂമിനി അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് ആ പ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന അലൂമിനി അസോസിയേഷൻ പ്രസിഡന്റ് അഞ്ജന ഷാജിയെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, പള്ളിയുടെയും സൊസൈറ്റിയുടെയും ഓഡിറ്റേഴ്സ് എന്നിവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കോളേജിലെ ഇതിനു വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ടീച്ചേഴ്സുണ്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫുണ്ട്, നമ്മുടെ കുട്ടികളുണ്ട്, കോളേജ് യൂണിയൻ മെമ്പേഴ്സുണ്ട്. എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും, പുറത്തു നിന്നുള്ള പൂർവ്വ വിദ്യാർത്ഥികളെയും പേരൻസിനെയും വന്നു ചേർത്തിട്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഈ വർഷത്തെ കോളേജിൻ്റെ പ്രോഗ്രാമായ മരിസ്ക 2K25 ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോഗ്രാം ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നു. ഈ അധ്യയന വർഷത്തെ യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളേവരും നൽകിയ സഹകരണത്തിന് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ഈ കോളേജ് യൂണിയന് ഒരുപാട് പ്രവർത്തനങ്ങൾ നിരന്തരം നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും ചെയ്ത കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. യൂണിയൻ മെമ്പേഴ്സിനെ കൂടാതെ യൂണിയൻ്റെ കൂടെ നിന്ന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എൻ്റെ അധ്യാപകർക്കും യൂണിയനോട് കൂടുതൽ പ്രവർത്തിച്ച എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു. മരിസ്ക 2K25 എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായിട്ടുള്ള കോളേജ് യൂണിയൻ്റെ ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ എൽ കൃഷ്ണൻ, ബഹുമാനായിട്ടുള്ള വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട KM അൻവർ അലി അവറുകൾ, ബഹുമാനരായിട്ടുള്ള വൈദിക ശ്രേഷ്ഠർ, അതുപോലെ മാനേജർ ഉൾപ്പെടെയുള്ള ഏറ്റവും ബഹുമാനരായിട്ടുള്ള മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട മുൻ മാനേജർമാർ ഉൾപ്പെടെ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ വേദിയിലുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവർ, ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകർ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ, പ്രിയപ്പെട്ട കുട്ടികളെ, സഹപ്രവർത്തകർ, തുരുത്തിപ്പള്ളി സെൻറ് മേരീസ് കോളേജിൻ്റെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രദേശത്തെ ഏറ്റവും നല്ല അക്കാദമിക് നിലവാരമുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസാണ് തുരുത്തിപ്പള്ളി സെൻറ് മേരീസ് കോളേജ്. ഇവിടെ കഴിഞ്ഞൊരു 4-5 വർഷം മുമ്പ് എനിക്ക് തോന്നുന്നു 800-ലധികം കുട്ടികൾ പഠിച്ചിരുന്നൊരു ക്യാമ്പസാണ്. ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ ക്രമത്തിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ തലമുറയിലുണ്ടായിട്ടുള്ള മാറ്റം കൊണ്ട് നമ്മുടെ ഈ കോളേജിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതിവിടെ മാത്രമല്ല, മുഴുവൻ ആർട്സ് കോളേജുകളിൽ ഇപ്പോൾ കുട്ടികളുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞു വരുന്നൊരു സമയത്താണ് നമ്മുടെ ഈ ആഘോഷ പരിപാടികളൊക്കെ നടക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ പുതിയ തലമുറ മുഴുവൻ യൂറോപ്പിലേക്ക് ഇങ്ങനെ കുടിയേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്.
18 വയസ്സ് പൂർത്തിയാക്കാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെയൊക്കെ ക്യാമ്പസുകളിൽ ഇപ്പോൾ ആർട്സ് സബ്ജക്റ്റിനോ അല്ലെങ്കിൽ സയൻസ് സബ്ജക്റ്റുകൾക്കൊന്നും ആളുകളില്ലാത്തൊരു കാലമാണ്. ആകെ കൂടി ബികോമിന് മാത്രമാണ് കുട്ടികളൊക്കെ കുറെ കൂടി ഉള്ളത്. എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ പലതും നമുക്കറിയാം പലയിടത്തും ഇങ്ങനെ പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിന് പകരമായി ഡിപ്ലോമ കോഴ്സുകളുള്ള പോളിടെക്നിക്കുകളാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള ഈ ഒരു നമ്മുടെ ഈ പുതിയ തലമുറയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധി നമ്മുടെ ഈ കോളേജിലും ഉണ്ടായിട്ടുണ്ട് എന്ന് സ്വാഗത പ്രസംഗത്തിൽ പ്രിയപ്പെട്ട മാനേജർ ശ്രീ ബേസിലൂടെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പക്ഷെ അതൊക്കെയാണെങ്കിൽ പോലും കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൾക്ക് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരുപാട് സാധ്യതകളുള്ള കോഴ്സുകൾ ഉൾപ്പെടെ ആരംഭിച്ച് ഇത്രയും വിശാലമായിട്ടുള്ള ഒരു ക്യാമ്പസ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പസാണ് നമ്മുടെ ഈ കോളേജിന്റെ ക്യാമ്പസ്. നമ്മുടെ പള്ളിയും ഈ ഓഡിറ്റോറിയവും അപ്പുറത്തുള്ള നമ്മുടെ സ്കൂളും കോളേജും എല്ലാം ചേർന്ന് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒരു ആത്മീയതയുടെ വലിയ ചൈതന്യം ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. നമുക്കറിയാം കൊയിലോണി ഉൾപ്പെടെയുള്ള നമ്മുടെ അല്ലപ്പുഴയിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ഈ വളഞ്ഞാങ്കര വരെയുള്ള ഈ റോഡിൽ വലിയ ആത്മീയമായിട്ടുള്ള ഒരുപാട് ചൈതന്യം കുടികൊള്ളുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പം ആ നിലയിൽ ഏറ്റവും നല്ലൊരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും നല്ല അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസ്, അത് കുറെ കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ ഈ ക്യാമ്പസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ മനസ്സിലും ഒരു 10-13 വർഷത്തെ ക്യാമ്പസ് ജീവിതത്തെ കുറിച്ചാണ് എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നത്, അലടിക്കുന്നത്. ഞാൻ 13 വർഷം കോളേജിൽ പഠിച്ച ആളാണ്. 13 വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ കണക്കൂട്ടുമ്പോൾ ഞാൻ 2 PG യും LLB യും കഴിഞ്ഞാണ്. അപ്പോൾ ഞാൻ 9 വർഷം 2 PG വരെ, അതിൽ 1 വർഷം കോഴ്സിലാകിയതുകൊണ്ട് 10 വർഷമായി. പിന്നെ 3 വർഷം LLB, അങ്ങനെ 13 വർഷം വിവിധ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി ജീവിതം നടത്തിയ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മധുരതരമായിട്ടുള്ള ഓർമ്മകളാണ് എൻ്റെ മനസ്സിൽ ഓരോ ക്യാമ്പസിൽ പോകുമ്പോൾ ഉണ്ടാകുന്നത്. പുതിയൊരു കോളേജ് ക്യാമ്പസിലേക്ക് വരുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം എന്നെയൊക്കെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചത് ക്യാമ്പസാണ്. കാലടി യൂണിവേഴ്സിറ്റിയാണ്, ഞാൻ എവിടെ പോയാലും പറയുന്നൊരു കാര്യം, കാലടി യൂണിവേഴ്സിറ്റിയാണ് എന്നെ രൂപപ്പെടുത്തിയത്. 8 വർഷക്കാലം ആ ക്യാമ്പസിൽ പഠിക്കാൻ വലിയ അവസരമുള്ള ഒരാളാണ്. പിന്നെ മഹാരാജാസ് കോളേജിൽ 2 വർഷം പഠിച്ചു, തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ 3 വർഷം പഠിച്ചു. അങ്ങനെ 13 വർഷം വിവിധ ക്യാമ്പസുകളിൽ പഠിച്ച ഒരാളെന്ന നിലയിൽ ക്യാമ്പസ് ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നേർവഴിക്ക് നടത്തണം അല്ലെങ്കിൽ വഴിതെറ്റി പോകണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു പ്രായമാണ് ക്യാമ്പസ് ജീവിതം. ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള, ഞാൻ പ്രിയപ്പെട്ട കുട്ടികളോടാണ് പറയുന്നത്, നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഒരു അവസരം അത് ഏത് തലത്തിൽ പ്രയോജനപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നമുക്ക് വളരെ വേഗത്തിൽ വഴിതെറ്റി പോകാൻ കഴിയും. കാരണം ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് യുവത്വം, ചെറുപ്പക്കാർ വളരെ വേഗത്തിൽ വഴിതെറ്റി പോകുന്ന അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ആത്മഹത്യയെ അഭയപ്രാപിക്കുന്ന ഒരു തലമുറയായി പുതിയ തലമുറ കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ ക്യാമ്പസിലെ ഇപ്പോൾ ഈ ആഘോഷ പരിപാടികളൊക്കെ നടക്കുന്നത്. നമ്മുടെ ജീവിതാനുഭവങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ഒരു വേള ഇപ്പോൾ ഉണ്ടാകുന്നത്. ഈ വർത്തമാന കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് തിന്മയുടെ ലോകത്താണ്. ഒരുപാട് പ്രലോഭനകരമായിട്ടുള്ള തിന്മയുടെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നേരിന്റെ മാർഗത്തിലൂടെ, നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരുപാട് പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ പാഠങ്ങളെ പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് നന്മയുടെ വഴിയിലൂടെ സഞ്ചരിച്ച് ഏറ്റവും പ്രകാശം പരത്തുന്നവരായി നമ്മുടെ ജീവിതത്തിൽ ഉടനീളം മാറാൻ കഴിയുന്ന നല്ല ചെറുപ്പക്കാരായി, നല്ല ഭാവി പൗരന്മാരായി നിങ്ങൾ മാറണമെന്നാണ് എനിക്ക് വളരെ സ്നേഹപൂർവ്വം ആശംസിക്കാനുള്ളത്. ഞാനിത് പറയാൻ കാരണം, ഞാനും നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഞങ്ങൾ ഒരുപാട് ഈ സ്കൂളുകളുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുപോലെ ക്യാമ്പസിലൊക്കെ ഒരുപാട് ഇങ്ങനെ ഈ കഴിഞ്ഞ 2-3 മാസമായി കടന്നു പോകുന്ന ആളുകളാണ്. വാർഷികങ്ങളൊക്കെ ആയിരുന്നു. ഞാനൊരു 19-ലധികം സ്കൂളുകളിൽ കഴിഞ്ഞ 2-2.5 മാസം കൊണ്ട് പങ്കെടുത്തു. നമ്മൾ എല്ലായിടത്തും പോകുമ്പോൾ പറയുന്ന, കഴിഞ്ഞ വർഷമാണെങ്കിലും അതിനു മുമ്പാണെങ്കിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയാണ്. നമുക്കറിയാം ഒരുപാട് ദുരന്തകരമായിട്ടുള്ള അനുഭവങ്ങൾ, ഒരുപാട് വാർത്തകൾ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാവുകയാണ്. നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത, കാണാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ദൈനംദിനമായി നമ്മുടെയൊക്കെ വാർത്തകളായി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് ഈ നാട് എങ്ങനെ ഇങ്ങനെ ആകുന്നുവെന്ന് വലിയ തോതിൽ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഒരുപാട് ചെറുപ്പക്കാർ, നമുക്കറിയാം വെഞ്ഞാറമൂടിൽ 5 പേരെ കൊലപ്പെടുത്തിയ അഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ മുഖം നമുക്ക് ഓർക്കാൻ പോലും കഴിയില്ല. 5 പേരെയാണ് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള ഒരു 6-7 മണിക്കൂർ കൊണ്ട്, ഒരു 7-8 മണിക്കൂർ കൊണ്ട് 5 പേരെ, 6 പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച് 5 പേർ കൊല ചെയ്യപ്പെട്ടു. സ്വന്തം പെറ്റമ്മയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച് പുറത്തുപോയി തിരികെ വരുമ്പോ സ്വന്തം ഉമ്മ മരിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു മകന്റെ ചിത്രമാണ് അഫാൻ എന്ന ഒരു മകനിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. 5 പേരെ പിതൃ സഹോദരനെ കൊലപ്പെടുത്തി,
പിതൃ സഹോദരൻ ഭാര്യയെ കൊലപ്പെടുത്തി, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരനെ കൊലപ്പെടുത്തി, പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തി, അങ്ങനെ 5 പേരെ 6-7-8 മണിക്കൂർ സമയമെടുത്ത് കൊലപ്പെടുത്തുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പുതിയ തലമുറ മാറുകയാണ്. ഋതു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 23 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. ചേന്നമംഗലത്ത് 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തി, 4 പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച് 3 പേർ മരണപ്പെട്ടു. ഒരാൾ ഇപ്പോഴും 1.5 മാസത്തിലധികമായി മരണത്തോട് മല്ലടിച്ച് വെന്റിലേറ്ററിൽ കഴിയുകയാണ്. അപ്പൊ 4 പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച് കൊലപ്പെടുത്തി എന്ന് പറയാൻ കഴിയും. ആ 4 പേരെ വെട്ടി വീഴ്ത്തി റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ 4 പേരെ തീർത്തുവെന്ന് വെല്ലുവിളിച്ച് കടന്നു പോകുന്ന ഋതു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നമ്മുടെ മുമ്പിൽ വഴിതെറ്റി പോകുന്ന യുവാക്കളുടെ പ്രതീകമായി നിൽക്കുകയാണ്. അതുപോലെയാണ് മറ്റൊരു ചെറുപ്പക്കാരൻ 3 ആഴ്ച മുമ്പ് സ്വന്തം പെറ്റമ്മയെ കൊലപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കുകയാണ്. എന്നെ പ്രസവിച്ചതിനുള്ള ശിക്ഷയാണ് ഞാൻ എന്റെ അമ്മയോട് തീർത്തെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ മൊഴി. ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ കുറിച്ച് അല്ലെങ്കിൽ യുവതലമുറയെ കുറിച്ച് വലിയ ആശങ്കകൾ ഉണ്ടാവുകയാണ്. ഒരുപാട് ആശങ്കകളാണ് നമ്മുടെ രക്ഷകർത്താക്കൾക്ക്, നമ്മുടെ അധ്യാപകർ ഉൾപ്പെടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എനിക്ക് പ്രിയപ്പെട്ട കുട്ടികളോട്, സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വഴിതെറ്റി പോകണമോ അല്ലെങ്കിൽ നന്നായി പോകണമെന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമുക്ക് ഒരുപാട് സാഹചര്യങ്ങളുണ്ട് നന്നാകാനും വഴിതെറ്റി പോകാനും. പക്ഷെ എനിക്ക് പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ സഹോദര തുല്യമായി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, വഴിതെറ്റി പോകുന്നതല്ല ജീവിതം. നമുക്ക് നേരിന്റെ വഴിയിലൂടെ, നന്മയുടെ വഴിയിലൂടെ ഏറ്റവും മിടുക്കന്മാരും മിടുക്കികളുമായി മാറാൻ കഴിയുന്നതാണ് ജീവിതത്തിൽ വിജയം കാണാൻ കഴിയുന്നത്. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ആയിക്കൂടാ? കാരണം ഇന്നത്തെ തലമുറയിൽ ഒരുപാട് പ്രലോഭനകരമായിട്ടുള്ള ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ പ്രലോഭനങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, നമ്മുടെ നാട്ടിലെ ഏറ്റവും മാതൃക ചെറുപ്പക്കാരായി നമുക്ക് മാറാൻ വേണ്ടി കഴിയും. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഉൾപ്പെടെ സൈബർ ചതിക്കുഴികളുടെ ഒരുപാട് ലോകം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം, ഇപ്പൊ ഡ്രഗ്സ് എന്ന മാരകമായിട്ടുള്ള വിപത്ത് നമ്മുടെ യുവതലമുറയെ മുഴുവൻ ഗ്രസിച്ചുകൊണ്ട്, യുവതലമുറയുടെ മസ്തിഷ്കം മുഴുവൻ ഇല്ലാതാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന, ലഹരിക്കെതിരായി വലിയ ചിന്തയുണ്ടാകുന്ന ഒരു കാലത്തിൽ മാരകമായിട്ടുള്ള വിപത്തുകൾക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം നമുക്ക് നടത്തേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലൊക്കെ നമ്മുടെ യുവതലമുറയെ വീണ്ടെടുക്കാനുള്ള ഒരു പുറപ്പാടിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല മാതൃക ചെറുപ്പക്കാരായി നിങ്ങൾ മാറണമെന്ന് വളരെ സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ ആത്മഹത്യയെ അഭയം പ്രാപിക്കുന്ന തലമുറയാണ്. തൊട്ടാവാടികളെ പോലെയാണ് നമ്മുടെ ചെറുപ്പക്കാർ. കാരണം ജീവിതത്തിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ നേരെ പോയി ആത്മഹത്യ ചെയ്യുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടി വരികയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ കൂവപ്പടിയിൽ ഞങ്ങളുടെ നാട്ടിൽ ചേരാനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരന്റെ മരണത്തിൽ പങ്കെടുക്കട്ടെ. 21 വയസ്സേ ഉള്ളൂ. ഒരു കാരണവുമില്ല, വളരെ ചെറിയ എന്തൊരു പ്രശ്നം ആ പയ്യൻ അലട്ടി നേരെ പോയി ആത്മഹത്യ ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കണം. അച്ഛനില്ലാത്തൊരു പയ്യനാണ്, അമ്മ മാത്രമേ ഉള്ളൂ, സഹോദരിയുണ്ട്. 2 പേർ, അമ്മയ്ക്കും സഹോദരിക്കും ഏക ആശ്രയമായിട്ടുള്ള ചെറുപ്പക്കാരനാണ്. 21 വയസ്സേ ഉള്ളൂ, നേരെ പോയി ആത്മഹത്യ ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ഈ ചൂരക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 3-4 മാസം മുമ്പ് ഒരു മരണത്തിൽ പങ്കെടുത്തു. ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. ഒരു 32 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരന് അമ്മയുണ്ട്, പ്രായം ചെന്ന അമ്മയാണ്, അസുഖബാധിതയായ അമ്മയാണ്. ഒരു സഹോദരിയുണ്ട്, സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ട് സഹോദരി ഈ പയ്യന്റെ കൂടെ വീട്ടിലാണ് കഴിയുന്നത്. സഹോദരിക്ക് 2 പെൺമക്കളാണ്. 4 പേർ, അമ്മയും സഹോദരിയും സഹോദരിയുടെ 2 പെൺമക്കളും, 4 പേർ ഈ ചെറുപ്പക്കാരനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ എന്താണ് കാരണം എന്ന് പോലും പറയാതെ ഈ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. 4 പേർ അനാഥരായി മാറുകയാണ്. അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുമ്പോൾ ബിടെക്കിന് 86% മാർക്ക് കിട്ടിയ, എംടെക്കിന് 84% മാർക്ക് ലഭിച്ച ഒരു പെൺകുട്ടി 24 വയസ്സാകുമ്പോൾ ക്യാമ്പസ് സെലക്ഷനിലൂടെ മൾട്ടിനാഷണൽ കമ്പനിയിൽ ആദ്യ മാസ ശമ്പളം 1 ലക്ഷം രൂപയ്ക്ക് സ്വപ്ന സമാനമായ ശമ്പളത്തിൽ ജോലിക്ക് കയറിയ ഒരു പെൺകുട്ടി കമ്പനിയിൽ ജോലിക്ക് കയറി 3 മാസം കഴിയുന്നതിന് മുമ്പ് ഓഫീസിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത വായിക്കാനിടയായി. ഒന്ന് ആലോചിക്കണം, വലിയ വേദന ഉണ്ടായ ഒരു വാർത്തയാണ്. 24 വയസ്സാകുമ്പോഴേക്കും 1 ലക്ഷം രൂപ ശമ്പളത്തിൽ ജോലി കയറിയ ഒരു പെൺകുട്ടി, എംടെക്കിന് 84% മാർക്ക് കിട്ടിയ ഒരു പെൺകുട്ടി ഒരു ചെറിയ പ്രശ്നമുണ്ടായപ്പോ നേരെ പോയി ആത്മഹത്യ ചെയ്തു. എനിക്ക് ആ കുട്ടിയുടെ ആത്മഹത്യ വായിച്ചപ്പോ എനിക്ക് തോന്നിയത്, ഇത്രയേറെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ആ കുട്ടിക്ക് എന്ത് കാര്യമെന്നാണ് എനിക്ക് തോന്നിയത്. കൊല്ലത്ത് അനീഷ എന്ന് പറയുന്ന 41 വയസ്സുള്ള ഒരു പെൺകുട്ടി, കഴിഞ്ഞൊരു 6-7 മാസം മുമ്പാണ് APPI ജോലി എന്നൊരു പെൺകുട്ടിയാണ്. സർക്കാരിന്റെ വക്കീലായി കോടതിയിൽ സർക്കാരിന് വേണ്ടി വാദിക്കുന്ന 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഒരു പെൺകുട്ടി ഓഫീസിൽ ഒരു പ്രശ്നമുണ്ടായി നേരെ പോയി ആത്മഹത്യ ചെയ്യുകയാണ്. അങ്ങനെ ഒരുപാട് ആത്മഹത്യകൾ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാവുകയാണ്. 3 ആയുർവേദ ഡോക്ടർമാർ
കേരളത്തിലെ ആയുർവേദ മെഡിക്കൽ കോളേജിൽ പഠിച്ച് BMS സർട്ടിഫിക്കറ്റ് നേടി മെഡിക്കൽമാരായിട്ടുള്ള 3 ആയുർവേദ ഡോക്ടർമാർ അന്ധവിശ്വാസത്തിന്റെ പിറകെ പോയി ഉത്തരേന്ത്യയിൽ പോയി ആത്മഹത്യ വാർത്ത വായിക്കാനിടയിൽ. അങ്ങനെ ഒരുപാട് ആത്മഹത്യകൾ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, ജീവിത സാഹചര്യങ്ങളുണ്ട്, നല്ല സ്റ്റാറ്റസ് ഉണ്ട്, നല്ല തൊഴിലുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയാതെ നമ്മുടെ ചെറുപ്പക്കാർ വളരെ വേഗത്തിൽ തൊട്ടാവാടികളെ പോലെ ജീവിതം ഒടുക്കുന്നവരായി മുന്നോട്ട് പോകുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട അനുജന്മാരോടും അനുജന്മാരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരും. നമ്മളെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകും, മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാകും. പക്ഷേ അവിടെയെല്ലാം അതിനെല്ലാം അതിജീവിക്കാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്കെല്ലാം ഉണ്ടാകണം. ജീവിതത്തിൽ അനുദിനമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മറികടന്ന് നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള നിശ്ചയദാർഢ്യവും മനോധൈര്യവും ആത്മധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ നമ്മുടെ കൈമുതലായി നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനു കൂടിയാണ് നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പാഠപുസ്തകത്തിൽ ലഭിക്കുന്ന അറിവ് മാത്രമല്ല, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവ് കൂടിയാണ്. ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും ഒക്കെ മറികടക്കാനുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മൾ ആർജിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അതിനെല്ലാം തരണം ചെയ്യാനുള്ള മനക്കരുത്തോടു കൂടി ജീവിതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ അടിതെറ്റി പോകാതെ, വഴിതെറ്റി വീഴാതെ, കാലങ്ങൾ വീഴാതെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള നിശ്ചയദാർഢ്യം പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ രക്ഷകർത്താക്കളെ വഴിയരികിലേക്ക് തള്ളിവിടുന്ന ഒരുപാട് ചെറുപ്പക്കാരുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ വർത്തമാന കാലഘട്ടം. ഞങ്ങളെ പോലുള്ള ജനപ്രതിനിധികൾ ദൈനംദിനമായി ഒരുപാട് രക്ഷകർത്താക്കളുടെ സങ്കടങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ പലപ്പോഴും പല രക്ഷകർത്താക്കളും വന്ന് പങ്കുവെക്കാറുണ്ട്. ജീവിതകാലത്തിന്റെ എല്ലാ സൗകര്യങ്ങളും, യൗവനകാലത്തെ എല്ലാ വ്യക്തിപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും മാറ്റിവെച്ച് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് രക്ഷകർത്താക്കൾ, ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു യൗവനകാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് വട്ടിപ്പലിശയ്ക്ക് പണക്കടമെടുത്ത് ഉമ്മർ മണയപ്പെടുത്തി വലിയ പലിശയ്ക്ക് വായ്പയെടുത്ത് മക്കളെ പഠിപ്പിച്ച് വലുതാക്കി മാറ്റി മക്കളൊക്കെ വലിയ നിലയിലെത്തി കഴിയുമ്പോൾ ജീവിതത്തിന്റെ സായന്തനത്തിൽ ജീവിതത്തിന്റെ വഴിയരികിലേക്ക്, പുറമ്പോക്കിലേക്ക്, തെരുവിലേക്ക് ഒരുപാട് രക്ഷകർത്താക്കളെ തള്ളിവിടുന്ന ഒരുപാട് മക്കളുടെ കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നത്, നമ്മൾ എവിടെ എത്തിയാലും, നമ്മൾ എവിടേക്ക് ചെന്ന് എത്തുമ്പോഴും, നമുക്ക് എത്ര പേര് സ്റ്റാറ്റസ് ഉണ്ടാക്കുമ്പോഴും സൗകര്യം ഉണ്ടാക്കുമ്പോഴും നമ്മളാക്കി മാറ്റിയ, നമുക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച നമ്മുടെ രക്ഷകർത്താക്കളെ ചേർത്ത് പിടിക്കാനുള്ള, അവർക്ക് കരുതലാകാനുള്ള, സാമീപ്യമാകാനുള്ള, സാന്നിധ്യമാകാനും, സ്നേഹമാകാനും, എന്താ പറയാ, അവർക്ക് താങ്ങും തണലുമാകാനും ഒക്കെയുള്ള വലിയ ഉത്തരവാദിത്വം കൂടി നമുക്കെല്ലാം ഉണ്ടെന്നുള്ള കൃത്യമായിട്ട് ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാകണം. നമ്മൾ എവിടെ എത്തിയാലും, എവിടേക്ക് നമ്മൾ എത്തപ്പെടുമ്പോഴും നമ്മളാക്കി മാറ്റിയ രക്ഷകർത്താക്കളെ ചേർത്ത് പിടിച്ച് അവരെ കൂടി ജീവിതത്തിൽ താങ്ങും തണലുമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കെല്ലാം ഉണ്ട് എന്ന് ഈ വർത്തമാന കാലഘട്ടത്തെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ തെളിയിക്കുന്നത് കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് മുന്നോട്ട് പോകുമ്പോൾ വർത്തമാന കാലഘട്ടത്തിന്റെ എല്ലാ വെല്ലുവിളികളെയും വെച്ചെടുത്ത് അതിനെ തരണം ചെയ്ത് ജീവിതത്തിൽ വിജയം നേടാനുള്ള വലിയ ഉത്തരവാദിത്വത്തിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന അറിവുകൾ അത് ജീവിതത്തിന്റെ ഉടമീളം നിങ്ങൾ കരുത്തായി കൂടെ കൊണ്ടു നടന്ന് ജീവിതത്തിൽ ഏറ്റവും മിടുക്കന്മാരും മുന്നോട്ട് പോകുന്ന ഒരു നല്ല കാലഘട്ടം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, തുരുത്തിപ്പള്ളി സെന്റ് മേരീസ് കോളേജിന്റെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും മാതൃകാപരമായി മുന്നോട്ട് പോകുമ്പോൾ ആ കോളേജിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തന പരിപാടികൾക്കെല്ലാം ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ആശംസകൾ നേർന്നുകൊണ്ട്, ഒരുപാട് പ്രയാസകരമായിട്ടുള്ള സാഹചര്യത്തിലും ഈ ക്യാമ്പസിന്റെ കൃത്യമായിട്ടുള്ള നേതൃത്വത്തിൽ വളരെ കൃത്യമായി അതിന്റെ തനിമ നഷ്ടപ്പെടുത്താതെ, അതിന്റെ വിദ്യാഭ്യാസ നിലവാരത്തെ താഴേക്ക് പോകാതെ ഭൗതിക സാഹചര്യം ഒരുക്കുന്നതിൽ വലിയ കാര്യക്ഷമമായിട്ടുള്ള പങ്ക് വഹിച്ചുകൊണ്ട്, നേതൃത്വം വഹിച്ചുകൊണ്ട് നമ്മുടെ ഈ കോളേജിന്റെ മാനേജ്മെന്റ് പ്രതിനിധികൾ, ചെയർമാൻ, നമ്മുടെ മാനേജർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട മാനേജ്മെന്റ് കമ്മിറ്റി
അംഗങ്ങൾ, നമ്മുടെ പള്ളിയുടെ നേതൃത്വത്തിലുള്ള പ്രിയപ്പെട്ട വൈദിക സെക്ഷൻ ഉൾപ്പെടെ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും കൃത്യമായിട്ടുള്ള ചുമതലകൾക്ക് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും കോളേജ് യൂണിയന്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട കോളേജ് യൂണിയന്റെ ഭാരവാഹികൾക്കും എല്ലാം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ കോളേജ് ദിനാഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടകനായിരിക്കുന്ന മനേജ് മുത്തടൻ അവരുകളെ, വേദിയിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, എല്ലാ അധ്യാപകർക്കും, മാതാപിതാക്കൾക്കും, എല്ലാ പ്രിയ കൂട്ടുകാർക്കും വിനീതമായ നമസ്കാരം. പ്രസംഗങ്ങൾ, ആശംസകൾ ആർക്കും താല്പര്യമില്ലാത്തൊരു ഏറിയാണ്. പൊതുവേ ഈ സ്റ്റേജ് പ്രോഗ്രാമിൽ പബ്ലിക് ഫംഗ്ഷനിലൊക്കെ പലരും വരാനും താല്പര്യക്കുറവ് കാണിക്കാനുള്ള കാരണം ഈ പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നത് കേൾക്കാനുള്ള വിരക്തിയായിരിക്കാമെന്ന് കരുതുകയാണ്. വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് എൻ്റെ ഉദ്യമത്തെ വേഗത്തിൽ അവസാനിപ്പിക്കാം. അതുകൊണ്ട് തന്നെയാണ് വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാനരായവരുടെ പേരൊന്നും പറയാതെ വേഗത്തിൽ എൻ്റെ ഉദ്യമം പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നത്. ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു, വിദ്യാഭ്യാസം എന്നത് ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ മനോഹരമായി യൗവനകാലത്തിൻ്റെ പ്രാധാന്യത്തെ, ഒരു ജീവിതത്തിൽ ദൈവം വരദാനമായി തരുന്നൊരു ജീവിതം എപ്രകാരം ക്രമീകരിക്കണമെന്നുള്ള ഒരു നല്ലൊരു ഉദ്ബോധനം അദ്ദേഹം നൽകുകയുണ്ടായി. ചേർത്തൊരു വാക്കുകൂടി പറയാൻ അച്ഛൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ഒരു ആശ്രമത്തിൽ ഗുരു ശിഷ്യന്മാർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരു ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന വലിയൊരു ഉപദേശമാണ്. ഗുരു ശിഷ്യന്മാരോട് പറയുകയാണ്, എൻ്റെ മനസ്സിൽ 2 മൃഗങ്ങളുണ്ട്. ഒന്ന് ഒരു ആട്ടിൻകുട്ടിയും 2 ചെന്നായുമാണ്. ഞാൻ അതിന് 2നും ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വളർത്തുന്നുണ്ട്. ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു അങ്ങനെയെങ്കിൽ ആരാണ് ജയിക്കുക? ഗുരു പറയുകയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ഭക്ഷണം കൊടുത്ത് പരിചരിക്കുന്ന ആരോ അവരാണ് ജയിക്കുക. നമുക്കൊക്കെ നന്മയും തിന്മയും ഒക്കെ ഉണ്ട്. എല്ലാ മനുഷ്യരിലും നന്മയും തിന്മയും ഉണ്ട്. നമ്മൾ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക? ഏതിനാണ് കൂടുതൽ വളരാൻ ശ്രമിക്കുക? പ്രാധാന്യം കൊടുത്ത് വളർത്തുന്ന ഏതിനെയാണ്? അതാണ് നമ്മളുടെ ജീവിതമായി, വ്യക്തിത്വമായി പുറം ലോകം കാണുക. ഇന്ന് വളരെ പരിതാപകരവും വേദനകരവുമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനെ പ്രതി കേൾക്കുന്നുണ്ട്. ലോകമൊരിക്കലും, മാതാപിതാക്കളോ ആരും ഒരിക്കലും ആഗ്രഹിക്കാത്ത ചില രീതികൾ, ജീവിത ശൈലികൾ സമൂഹത്തിൽ യൗവനക്കാരുടെ ഉണ്ടാകുമ്പോൾ എല്ലാവരും സ്തബ്ധരായി നിന്ന് അതൊക്കെ വീക്ഷിക്കാറുണ്ട്. എന്താണ് ഇങ്ങനെ ഈ ലോകം എങ്ങോട്ടാണ് പോവുക? ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, മനുഷ്യന് ദൈവം കൊടുത്തിട്ടുള്ള വരദാനങ്ങളിൽ സദാചാര മൂല്യങ്ങളും ഈശ്വരവിശ്വാസവും മികവുറ്റ പ്രവർത്തന ശൈലിയൊക്കെ കൊടുത്താണ് ഒരുത്തെ ഭൂമിയിലേക്ക് ഈശ്വരൻ പറഞ്ഞു വിടുക. അപ്പോ ഈ ജീവിതം, ഈ ജന്മം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനവുമായി തീരുവാൻ ശ്രമിക്കുമ്പോഴാണ് മറ്റുള്ളവർക്കും സന്തോഷം ഉണ്ടാകുക. ഗുരു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത ഏറ്റവും നല്ല ഉദാഹരണം, ഞാൻ വളർത്തുന്ന 2 മൃഗങ്ങളിൽ കുഞ്ഞാടിന്റെയും ചെന്നായുടെയും ഭാവം ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ പരിപോഷിപ്പിക്കേണ്ടത് കുഞ്ഞാടിന്റെ ഭാവത്തെയാണ്. സംസാര ശൈലി, പ്രവൃത്തി രീതികൾ, നമ്മുടെ സമീപനങ്ങൾ, നമ്മുടെ മാതാപിതാക്കളുടെ അടുത്ത്, അധ്യാപകരുടെ അടുത്ത്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് നമ്മുടെ പ്രവൃത്തി ശൈലികൾ ഒരു കുഞ്ഞാടിന് സമമാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. വൈകൃതങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നില്ല, ആരും കോപിഷ്ഠരായി കാണാൻ ആഗ്രഹിക്കുന്നില്ല, ആരും കുറ്റാരോപിതരോ സമൂഹം വെറുക്കുന്നവരായി തീരാൻ ആരും ആഗ്രഹിക്കുന്നില്ല. സാഹചര്യങ്ങളാണ് പലരെയും ക്രിമിനലുകളാക്കി മാറ്റുക. നമുക്ക് ശ്രമിക്കാം, ഈ കൊച്ചുകൂട്ടമെങ്കിലും സമൂഹത്തിന് പ്രയോജനമാകുന്ന നല്ല ഉൾക്കാഴ്ചയുള്ള, ഭാവിയെക്കുറിച്ച് ബോധ്യമുള്ള മാതാപിതാക്കൾക്കും പഠിപ്പിക്കുന്ന അധ്യാപകർക്കും എന്നും നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന വ്യക്തിത്വങ്ങളെ രൂപാന്തരപ്പെടാൻ ഈ കോളേജിൽ പഠിക്കുന്ന പ്രിയ കൂട്ടുകാർക്ക് സർവേശ്വരൻ സർവ ദാനങ്ങൾ നൽകട്ടെ എന്ന് വിനയത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും
നന്മകൾ മാത്രം നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഈശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ. താങ്ക് യു. ബഹുമാന്യനായ നമ്മുടെ ഈ വാർഷിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, നമ്മുടെ കോളേജ് യൂണിയൻ്റെ ചെയർമാൻ യദുകൃഷ്ണൻ, നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റും എൻ്റെ സുഹൃത്തുമായ ശ്രീ മനോജ് മുത്തേടൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് പേരുകൾ, പ്രധാനപ്പെട്ട ആളുകളാണ് വേദിയിലുള്ളത്. എല്ലാവരുടെയും പേരുകൾ പറഞ്ഞതായി കണക്കാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ വാർഷിക സമ്മേളനം ഇത് കഴിഞ്ഞാൽ മലയാളി മങ്കീസിൻ്റെ പരിപാടികളെല്ലാം കാണുവാനും ആസ്വദിക്കുവാനുമാണ് കൂടുതൽ താല്പര്യത്തോടെ നമ്മുടെ കുട്ടികളടക്കം ഇവിടെ ഉള്ളത്. ഉദ്ഘാടകൻ പ്രസംഗിക്കുമ്പോഴും അച്ഛൻ സംസാരിക്കുമ്പോഴും ചെറിയ വാക്കുകളിലാണെങ്കിലും അച്ഛൻ പറയുമ്പോഴും പറയേണ്ടി വരുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ഒരു ഹാപ്പിനെസ് നൽകുന്ന കാര്യങ്ങളല്ല. പക്ഷെ അത് പറയാതെ പോവാൻ തരമില്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലികമായ ലോകത്തിൻ്റെ തന്നെ സ്ഥിതി. ചില മതസ്ഥർ പറയും കിയാമത്ത് നാളിൻ്റെ ആരംഭമാണെന്ന് പറയും. കിയാമത്ത് നാളെന്ന് പറഞ്ഞാൽ ലോകാവസാനം മതപരമായി പറയുമ്പോൾ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുന്ന വേദികളിലെല്ലാം അങ്ങോട്ട് കയറി വരുമ്പോൾ ഞാൻ പറഞ്ഞു, നോമ്പാണ്, നമുക്ക് നേരത്തെ പോകണ്ടേ, ഞാൻ വേഗം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആത്മഹത്യ പറയുന്നുണ്ടെന്ന് ഞാൻ ചോദിച്ചു. കാര്യം ഒരു സാമൂഹിക വിപത്തായി മാറിയിട്ടുള്ള ഒരു ദുരന്തമായത് കൊണ്ടാണ് അദ്ദേഹം എല്ലാ ഇതേപോലുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന വേദികളിലും അങ്ങനെ പറയുന്നത്. തുടർന്ന് സംസാരിച്ച പ്രിയപ്പെട്ട പിതാവ് അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ മനസ്സിൽ രണ്ട് കാര്യങ്ങൾ, നന്മയും തിന്മയും ഉണ്ട്. ഇതിനെന്തിനെയാണോ നമ്മൾ പരിപോഷിപ്പിക്കുന്നത് അതായിരിക്കും സമൂഹത്തിന് റിസൾട്ടായി വരുന്നത്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു, ഒരാളും സമൂഹം കുറ്റപ്പെടുത്തുന്ന ഒരാളായി കുറ്റവാളിയായി മാറുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ചില സാഹചര്യങ്ങൾ അങ്ങനെയാക്കുന്നതാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ ഈ കഴിഞ്ഞ ഒരു 1.5 മാസത്തെ നമ്മുടെ കേരളത്തിലെ തന്നെ കാര്യങ്ങളെടുത്താൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. എത്രയോ ക്രൂരമായ കൊലപാതകങ്ങൾ. 10 മാസം വയറിൽ ചുമന്ന് നൊന്തുപെറ്റ സ്വന്തം മകൻ കഴുത്ത് ഞെരിക്കുകയാണ്. പെറ്റമ്മയുടെ കഴുത്ത് ഞെരിച്ചിട്ട് മരിച്ചില്ല എന്ന് മനസ്സിലാകുമ്പോൾ പോയി ചുട്ടിക വാങ്ങിക്കൊണ്ടുവന്ന തല തല്ലി പൊളിക്കുകയാണ്. സ്വന്തം 10 വയസ്സിന് അന്തരമുള്ള സ്വന്തം അനിയനെ, ഇവന് 23 വയസ്സുള്ളൂ, 13 വയസ്സുള്ള സ്വന്തം അനിയനെ മകനെ പോലെ സ്നേഹിച്ചതാണെന്നാണ് പറഞ്ഞത്. അവനെയും ചുട്ടിക കൊണ്ട് തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തുകയാണ്. പിതാവിൻ്റെ മാതാവിനെ, തൻ്റെ ജീവനേക്കാളേറെ പ്രണയിച്ച പെണ്ണിനെ. അങ്ങനെ 5 കൊലപാതകങ്ങൾ ഒരു ചെറുപ്പക്കാരന് ചെയ്യേണ്ടി വരികയാണ്. അതിനും 2 ആഴ്ച മുമ്പാണ് പാലക്കാട് നിന്നൊരു വാർത്ത നമ്മൾ കേട്ടത്. അവിടെ തലയിൽ നമ്മുടെ ബ്രെയിൻ ട്യൂമർ വന്നു, അർബുദരോഗം വന്ന് ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ് അനിയത്തിയുടെ വീട്ടിൽ പോയി വിശ്രമിക്കുന്ന ഉമ്മയെ കാണാൻ 22 വയസ്സുള്ള മകൻ വരികയാണ്. അപ്പോൾ ആദ്യം വന്നിട്ട് അയൽപക്കത്തെ വീട്ടിൽ പോയി ഒരു വാക്കത്തിയാണ് വാങ്ങുന്നത്. അവിടെ ചോദിക്കുന്നത് തേങ്ങ പൊളിക്കാനാണെന്നാണ് പറയുന്നത്. കൊന്നുകളയാണ്, തലയ്ക്ക് വെട്ടി കൊന്നുകളയാണ്. മനോജോടെ സൂചിപ്പിച്ചു, പോലീസിന് കൊടുത്ത വഴിയിൽ പറയുന്നത് എനിക്ക് ജന്മം തന്നതിനുള്ള ശിക്ഷയാണ് ഇതെന്നാണ്. പിന്നെ നിരവധി വാർത്തകൾ. ഒരു കുട്ടിയുടെ ഒരു വീഡിയോ, 30 സെക്കൻഡുള്ള ഒരു വീഡിയോ കണ്ടു. നമ്മളൊരു പ്രധാന അധ്യാപകന്റെ മുറിയിൽ ഒരു +1 വിദ്യാർത്ഥി അധ്യാപകനോട് പറയുകയാണ്, നീ പുറത്തേക്ക് ഇറങ്ങുക, നിന്റെ പണി ഞാൻ തീർക്കും എന്ന് പറയാം. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇത് സംഭവിക്കുന്നത് പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞതുപോലെ അതിൽ നമ്മൾ കുറ്റവാളികളാണോ? മാതാപിതാക്കൾ കുറ്റവാളികളാണോ? അധ്യാപകർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? അല്ലെങ്കിൽ ഈ കുട്ടികൾ മാത്രം ഇങ്ങനെ ആവാൻ വേണ്ടി ജനിക്കുന്നവരാണ്? ഇവിടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും എല്ലാം ഉള്ള കുറവുകൾ വളരെ ചെറുപ്പം മുതൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണം നടക്കുന്ന സമയം മുതൽ അത് അനുഭവപ്പെടുകയാണ്, അത് വരികയാണ്. ഒന്ന് ചേർത്ത് നിർത്തിയാൽ, ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിനക്ക് ഞാനുണ്ട് എന്നൊന്ന് പറയാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മറ്റൊരു മാറ്റത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ കുട്ടികൾ എന്ന് പറയുന്നത് മാതാപിതാക്കൾ 1-ാം ക്ലാസ്സിൽ ചേർക്കുന്നതിന് വരെ റെക്കമെൻഡുമായി ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ആ സ്കൂളിൽ അഡ്മിഷൻ, അതായത് അടുത്ത വർഷം ചേർക്കേണ്ട കുട്ടിയെ ഈ വർഷം തന്നെ സിറ്റ് 1-ാം ക്ലാസ്സിൽ ചേർക്കാൻ. അപ്പോൾ പഠിച്ചു വലിയ ജോലി വാങ്ങാൻ വേണ്ടി മാത്രം പരിശീലിപ്പിക്കുകയാണ് ഞങ്ങൾ മാതാപിതാക്കൾ. അങ്ങനെ അവിടെ കുറവ് വരുന്നത് അവൻ്റെ സ്നേഹത്തിനാണ്, അല്ലെങ്കിൽ അവളുടെ സ്നേഹത്തിനാണ്, കരുതലിനാണ്. കളിക്കാൻ പോകാൻ സമയമില്ല, മറ്റു കാര്യങ്ങൾക്ക് സമയമില്ല. അച്ഛനും അമ്മയും രാവിലെ തന്നെ ജോലിക്ക് പോകും.
അങ്ങനെ വലിയ ശൂന്യതയിൽ അത് വേറെ മാർഗങ്ങളിലേക്ക്, ലഹരിയിലേക്കും അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലേക്കൊക്കെ പോകുന്ന വളരെ ദുർഘടമായ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത്, നാട്ടിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വേദികളിൽ ഇങ്ങനെയെല്ലാം നമുക്ക് പറയേണ്ടി. ഒരുപാട് നന്മയുടെ വാർത്തകളും ഇതോടൊപ്പമുണ്ട്. പക്ഷെ അതിനെയൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ ക്രൂരമായ വാർത്തകൾ വരുന്നത്. നമ്മുടെ പെരുമ്പാവൂരിന് അപമാനം എന്ന് പറയാവുന്ന തരത്തിൽ തൊട്ടടുത്ത കുറുപ്പുംപടിയിൽ നിന്ന് ഇന്നൊരു നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്ത നമ്മൾ മുമ്പ് വളയാർ എന്ന് പറയുന്ന സ്ഥിതിയിൽ കേട്ടിട്ടുള്ളതുപോലെ 10 വയസ്സും 12 വയസ്സുമുള്ള 2 കുട്ടികളെ മാധ്യമങ്ങൾ പറയുന്നത് അമ്മയുടെ ആൺസുഹൃത്ത് കഴിഞ്ഞ 2 വർഷമായി ശാരീരികമായി ആക്രമിക്കുകയാണെന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. പ്രതിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങോട്ടാണ് ഈ സമൂഹം പോകുന്നത്? അപ്പൊ ഒരുമിച്ച് അധ്യാപകരും മതപണ്ഡിതരും വിദ്യാർത്ഥികളും രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് യദുകൃഷ്ണൻ നേതൃത്വം നൽകുന്ന കോളേജ് യൂണിയനും അതിലെല്ലാം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുവാനുണ്ട്. നമ്മുടെ ക്യാമ്പസ്, നമ്മുടെ കളിയിടങ്ങൾ അതെല്ലാം ലഹരിയിൽ നിന്നും വിമുക്തി നേടും എന്നുള്ള ജാതിമത ചിന്തകൾക്ക് അതീതമായി അവിടെയും പ്രശ്നമാണ്. വർഗീയത കുത്തിവെച്ചുകൊണ്ട് എങ്ങനെ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. നീ ഹിന്ദുവാണ്, നീ ക്രിസ്ത്യാനിയാണ്, നീ മുസൽമാനാണ്, പരസ്പരം കലഹിക്കാൻ വിടുക പുതിയ തലമുറയിൽ. ഇപ്പോൾ നിരവധിയായിട്ടുള്ള പ്രതിസന്ധികൾ കാലികമായ ഈ സാഹചര്യത്തിൽ നാം നേരിടുന്നു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തുരുത്തുപ്പിടി സെന്റ് മേരീസ് കോളേജിലെ പ്രിയപ്പെട്ട കുട്ടികളും അധ്യാപകരും കേരളം ഒന്നാകെ, സമൂഹം ഒന്നാകെ ഇതിനെല്ലാം എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ നമ്മുടെ വിദ്യാലയത്തിനും അതിനൊരു പങ്കുവഹിക്കുവാൻ കഴിയണം എന്ന് മാത്രം നിങ്ങളോടെല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ചുരുക്കം വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. വേദിയിലും അതുപോലെ തന്നെ സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. സമയം ഒരുപാട് വൈകിയിരിക്കുകയാണ്. എന്നിരുന്നാലും വളരെ സംക്ഷിപ്തമായിട്ട് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ കോളേജിൽ ഇപ്പം 7 ഡിഗ്രി കോഴ്സുകളും അതുപോലെ തന്നെ 4 PG കോഴ്സുകളുമാണ് ഇപ്പം നിലവിലുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ 3 വർഷ ഡിഗ്രിയും അതുപോലെ അതോടൊപ്പം PG വിത്ത് റിസർച്ച് എന്ന സൗകര്യപ്രദമായ സംവിധാനത്തോടു കൂടിയ 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് ഈ വർഷം തുടക്കം കുറിച്ചു. 1/7/2024 4-ഇയർ UG പ്രോഗ്രാമിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം വിജ്ഞാനോത്സവം MG യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ അജി സി പണിക്കർ നിർവഹിച്ചു. ഒരാഴ്ചയോളം നീണ്ടുനിന്ന വിഭിന്നങ്ങളായ ഓറിയന്റേഷൻ പ്രോഗ്രാമുകളാണ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്കായി നൽകാൻ സാധിച്ചത്. നമ്മുടെ ഈ വർഷം നമ്മൾ ഈ കോളേജിൽ പുതിയ ആഡ്-ഓൺ കോഴ്സ് നടത്തുന്ന JB ഇന്റർനാഷണൽ എന്ന സ്ഥാപനവുമായി സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഈ അടുത്ത അധ്യയന വർഷം മുതൽ BBAക്ക് ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, BComന് ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, ACCA, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, BSc കമ്പ്യൂട്ടർ സയൻസ്, BCA, ഇതിന് AI ആൻഡ് ഡാറ്റ സയൻസ് ഇങ്ങനെയുള്ള ആഡ്-ഓൺ പ്രോഗ്രാമുകൾ ക്രമീകരിച്ചിരിക്കുകയാണ്. അപ്പം ഈ മാറിയ കാലഘട്ടത്തിന്റെ ജോലി സാധ്യതയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളാണ് JB ഇന്റർനാഷണൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾ അടുത്ത അധ്യയന വർഷം മുതൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ കോളേജ് അസാഫ് അതുപോലെ തന്നെ കെൽട്രോൺ എന്നീ സ്ഥാപനങ്ങളുമായി ചേർന്ന് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ നടത്തി വരുന്നുണ്ട്. ഇതുകൂടാതെ കൊച്ചിൻ കോളേജ്, അറാഫ കോളേജ്, KMEA കോളേജ്, സെന്റ് കുര്യാക്കോസ് കോളേജ് എന്നിവയുമായി സഹകരിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ, ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റ്, ഫാക്കൽറ്റി എക്സ്ചേഞ്ച് പ്രോഗ്രാം നടത്തി വരുന്നു. 30/8/2024 1-ാം വർഷ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ജലം എന്ന പേരിൽ ഫ്രഷേഴ്സ് ഡേ നടത്തിയുണ്ടായി. നമ്മൾ ഈ വർഷം വളരെ വിപുലമായ രീതിയിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. 3-5 സെമസ്റ്ററുകളിലെ വിദ്യാർത്ഥികളുടെ PTA യോഗം 15/10/2024 കൂടെയുണ്ടായി. നമ്മുടെ ഈ വർഷത്തെ PTA ഭാരവാഹികളായി ശ്രീ സന്തോഷ് കുമാർ, ശ്രീ അനിൽ കുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു.
17/10/2024 നമ്മുടെ കോളേജ് യൂണിയൻ ഇലക്ഷൻ നടന്നത്. നമ്മുടെ കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് എഡ്യൂക്കേഷൻ BJ, വൈസ് ചെയർപേഴ്സണായിട്ട് ആഷ്ലി ജോൺസൺ, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് സൽമാൻ പാർസി എന്നിവരെ തെരഞ്ഞെടുക്കപ്പെട്ടു. നമ്മൾ 19/12/24 ക്രിസ്മസ് പരിപാടികൾ നമ്മുടെ കോളേജിൽ നടക്കുകയുണ്ടായി. 6/1/2025 കരിയർ ഡെവലപ്മെന്റിന്റെ ഭാഗമായി കൊച്ചിൻ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റിന്റെ സഹായത്തോടുകൂടി കരിയർ ജൽവ എന്ന പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. 22/1/2025 ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശത്തിനായി സ്പോർട്സ് ക്ലബും NSSഉം സംയുക്തമായി സെന്റ് മേരീസ് മാരത്തോൺ സംഘടിപ്പിച്ചു. രാവിലെ 6 മണിയോടുകൂടി പെരുമ്പാവൂർ പാത്തിപ്പാലത്ത് നിന്നും ആരംഭിച്ച് 7 മണിയോടുകൂടി കോളേജിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് നമ്മൾ മാരത്തോൺ സംഘടിപ്പിച്ചത്. പെരുമ്പാവൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറാണ് ഈ ലഹരി വിരുദ്ധ സന്ദേശം നൽകിയത്. കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവമായിരുന്നു. 2023-24 അധ്യയന വർഷം പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് നമുക്ക് മാനേജ്മെന്റ് സഹായത്തോടുകൂടി എല്ലാവർക്കും ഈ ക്ലാസ് ഫോട്ടോ ഫ്രെയിം ചെയ്ത് സമ്മാനിച്ചു. അത് അകാലത്തിൽ നമ്മളെ വേർപിരിഞ്ഞു പോയ BCom വിദ്യാർത്ഥിയുടെ ഭവന പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി ഫണ്ട് സ്വരൂപിക്കുന്നതിന് കോളേജിലെ ED ക്ലബ്ബുമായി സഹകരിച്ച് നമ്മൾ ബിരിയാണി ചലഞ്ച് നടത്തുകയുണ്ടായി. നമ്മുടെ കോളേജിൽ നിന്ന് ഏകദേശം 20,000 രൂപ ഈ ബിരിയാണി ചലഞ്ച് നടത്തി നമുക്ക് നേടാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ അടുത്ത പ്രദേശമായ ഇരിങ്ങോൾ പള്ളിയിൽ നമ്മൾ ബിരിയാണി ചലഞ്ച് നടത്തി ഏകദേശം 15,000 രൂപ സമാഹരിച്ചു. കോളേജിലെ വിദ്യാർത്ഥികളും സ്റ്റാഫും ചേർന്ന് 25,000 രൂപ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അതിനോടൊപ്പം തന്നെ തുരുത്തുപ്പള്ളി സെന്റ് മേരീസ് വലിയ പള്ളിയിൽ നിന്നും 81,000 രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് ഈ ഉദ്യമത്തിന് പിരിച്ചെടുക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ബാംഗ്ലൂരിലെ ഒരു സുഹൃത്ത് 10,000 രൂപ നൽകി. മഞ്ജു ഫാഷൻസിലെ ശ്രീ എബി ജോയ് 10,000 രൂപ നൽകുകയുണ്ടായി. അങ്ങനെ മൊത്തം 1,61,000 രൂപ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ വീട് മേച്ചിലിന്റെ പ്രാരംഭ നടപടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥിയുടെ അമ്മയുടെ ചികിത്സാ ചെലവിലേക്കായി 25,000 രൂപയും നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഉദ്യമത്തിന് സഹായ മനസ്കരായ എല്ലാവരോടുമുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ നമുക്ക് IT ഫെസ്റ്റ് ഈ വർഷം സംഘടിപ്പിച്ചു. വളരെ വിപുലമായ രീതിയിലുള്ള ഒരു IT ഫെസ്റ്റാണ് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിലും നമുക്ക് ഈ തവണ നല്ല രീതിയിലുള്ള ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. 13/3/25 ഹൃദയപൂർവ്വം എന്ന പേരിൽ പൊതിച്ചോറ് വിതരണം നടത്തുകയുണ്ടായി. അത് നമ്മുടെ ഈ കോളേജിൽ നിന്ന് കളക്ട് ചെയ്ത പൊതിച്ചോറുകൾ പെരുമ്പാവൂർ ആലുവ ഭാഗത്തെ നിർധനനായ ആളുകൾക്കാണ് വിതരണം ചെയ്തത്. ഈ അവസരത്തിൽ MG യൂണിവേഴ്സിറ്റി 2025 കലോത്സവത്തിൽ 2ാം വർഷ MA വിദ്യാർത്ഥിനിയായ കുമാരി സംഗീത രഘു കവിതാ പാരായണത്തിലെ A ഗ്രേഡ് ലഭിച്ചു. ആ കുട്ടിയെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. 2023-24 അധ്യയന വർഷത്തിൽ BAക്ക് 94% വിജയം നേടാൻ കഴിഞ്ഞു. BCAക്ക് 86%, BBAക്ക് 80%, BCom ടാക്സിന് 80%, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് 60%, BCom കോപ്പറേഷന് 60% വിജയശതമാനം ഉണ്ടായത്. നമ്മുടെ ഈ വർഷത്തെ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിൽ ഫസ്റ്റ് സെമസ്റ്ററിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ BComന് നമുക്ക് 98% വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. BSc കമ്പ്യൂട്ടർ സയൻസിന് 80%, അതുപോലെ തന്നെ BCAക്ക് 77%, BBAക്ക് 77% വിജയം നേടാൻ കഴിഞ്ഞു. ഇത് കൂടാതെ ഞാൻ 10-21 ക്ലബ്ബുകൾ ഈ കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ട്. ക്ലബ്ബുകളൊക്കെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതൊന്നും ഞാൻ കൂടുതലായിട്ട് വായിക്കുന്നില്ല. അതുകൂടാതെ സ്പോർട്സ് ക്ലബ്ബ് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ തവണ കാഴ്ചവെച്ചു. 9/10/24 നിർമ്മല കോളേജ് മുളന്തുരുത്തിയിൽ വെച്ച് നടന്ന നിർമ്മല കപ്പ് ഇന്റർ കോളേജിന്റെ ഫുട്ബോൾ ടൂർണമെന്റ് നമ്മുടെ വിദ്യാർത്ഥികൾക്കാണ് ഈ തവണ വിന്നേഴ്സായിട്ട് ലഭിച്ചത്. അതുപോലെ തന്നെ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ ഒട്ടനവധി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്.
അതുകൂടാതെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഒരുപാട് പരിപാടികൾ നടത്തപ്പെട്ട് കഴിഞ്ഞു. കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഒരുപാട് പരിപാടികൾ, ഞാൻ സമയക്കുറവ് മൂലം അതൊന്നും വായിക്കുന്നില്ല. ഈ അവസരത്തിൽ 2024-25 അധ്യയന വർഷം നിരവധി പ്രോഗ്രാമുകൾ മികച്ച രീതിയിൽ തന്നെ നടത്താൻ നമുക്ക് സാധിച്ചതിൽ വളരെ അഭിമാനമുണ്ട്. നിരവധി പേരുടെ സഹായ സഹകരണങ്ങൾ ഈ പ്രവർത്തനങ്ങളിലുണ്ട്. മുൻ മാനേജർമാരായ ശ്രീ കെ.വൈ. യാക്കൂബ്, റജി ജെ.കെ, ഇപ്പോഴത്തെ മാനേജരായ ശ്രീ ബേസിൽ വർഗീസ്, പള്ളിയിലെ മുൻ വികാരിമാര്, ഇപ്പോൾ പുതിയതായിട്ട് ചാർജ് എടുത്ത പള്ളിയിലെ വികാരിമാര്, അതുപോലെ തന്നെ പള്ളി കമ്മിറ്റി ഭാരവാഹികള്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങള്, അധ്യാപകര്, അനധ്യാപകര്, വിദ്യാർത്ഥികള് എല്ലാവരും ഈ ഉദ്യമത്തിൽ എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ തന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഈ റിപ്പോർട്ട് ഞാനിവിടെ ചുരുക്കുകയാണ്. ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, മാതാപിതാക്കന്മാരെ, പ്രിയപ്പെട്ട എല്ലാവരുമേ, സമയം വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു. നമ്മുടെ പ്രോഗ്രാം തുടങ്ങേണ്ട സമയമായി. അതുകൊണ്ട് വളരെ ഷോർട്ടായിട്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് കൂടെ ഇരുന്ന എത്രയും ബഹുമാനപ്പെട്ട മനോജ് പോത്തേടൻ സാറ്, അതുപോലെ തന്നെ നമ്മളോട് കൂടെയുള്ള എത്രയും ബഹുമാനപ്പെട്ട ശ്രീ അൻവർ അലി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PP എൽദോസ്, അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിലെ അച്ഛന്മാര്, അതുപോലെ കോളേജിന്റെ മുൻ മാനേജർമാര്, കോളേജിന്റെ പ്രിൻസിപ്പല്, മാനേജര്, പള്ളിയുടെയും സൊസൈറ്റിയുടെയും ഭാരവാഹികള്, അതുപോലെ അധ്യാപകർ, അനധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, നമ്മുടെ പള്ളിയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട യൂത്ത് അസോസിയേഷന്റെ ഭാരവാഹികൾ, മെമ്പേഴ്സ്, നാട്ടുകാര്, പ്രിയപ്പെട്ട സുഹൃത്തുക്കള്,
എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുകയാണ്. വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ പ്രോഗ്രാം ഇവിടെ ഈ ഒഫീഷ്യൽ ഫംഗ്ഷൻ അവസാനിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ പ്രോഗ്രാം ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു. താങ്ക് യു.